ഹലോ മക്കൾസ്, ഫോർത്ത് സെമസ്റ്ററിലെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള ഗ്രാഫ് തിയറിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നമുക്കൊരു ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നോക്കുക, വാക്ക്. എ വാക്ക് ഇൻ ജി ഈസ് എ ഫൈനൈറ്റ് നോൺ ലെങ്ത് സീക്വൻസ് W is equal to V0, E1, V1, E2, V2, etc. EK, VK, where whose terms alternatively vertices and edges such that for 1 less than or equal to I less than or equal to K, the ends of EI are VI minus 1 and VI. എന്താണ് വാക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക, ജി എന്ന ഒരു ഗ്രാഫിൻ്റെ വാക്ക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള നോൺ സീക്വൻസ് ആണ്. അതായത് നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് സീക്വൻസിനെയാണ് ജിയിൽ വാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് W is equal to V0, E1, V1, E2, V2, etc. EK, VK. ഇതിലെ ടേംസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ്ലി വെർട്ടിസസും എഡ്ജസും ആണ്. നോക്കുക, ഇത് വെർട്ടെക്സ് ആണ്, V0 എന്ന് പറയുന്നത്, E1 എന്ന് പറയുന്നത് എഡ്ജാണ്, നെക്സ്റ്റ് V1 എന്ന് പറയുന്നത് വെർട്ടെക്സ്, പിന്നെയും എഡ്ജ്, അങ്ങനെയാണ് ഇതിൽ ഫോം. ഓക്കെ, സച്ച് ദാറ്റ് ഫോർ I less than or equal to 1 less than or equal to I less than or equal to K, the ends of EI are VI minus 1 and VI. അതായത് എപ്പോഴും EI എന്ന എഡ്ജിൻ്റെ എൻസ് VI മൈനസ് 1ഉം VIയും ആയിരിക്കണം. നോക്കിവിടെ E2 എന്നുള്ള എഡ്ജ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എൻസ് ഏതൊക്കെ ആയിരിക്കണം? അതായത് I എന്ന് പറയുന്നത് E2 ആണ്. സോ ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? സോ അതിൻ്റെ എൻസ് എന്ന് പറയുന്നത് VI മൈനസ് 1ഉം അതേപോലെ VIയും ആണെങ്കിൽ ഇതിൻ്റെ എൻസ് എന്തായിരിക്കും? V2 മൈനസ് 1ഉം V1ഉം ആയിരിക്കും. ദാറ്റ് ഈസ് V1 അല്ല V2. സോ V1ഉം V2 ആയിരിക്കും അതിൻ്റെ എൻസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നോക്കൂ, ഇത് V1 ആണ്, ഇത് V2 ആണ്. സോ E1 എന്നുള്ളതിൻ്റെ എൻസ് എവിടെയാണ് എഴുതുക? E1ൻ്റെ ഒപ്പം. ഓക്കെ, E2ൻ്റെ ഒപ്പം. അതായത് E2ൻ്റെ എൻസ് ഏതൊക്കെയാണ്? V1ഉം V2 ആണ്. സോ EI എന്ന എഡ്ജിൻ്റെ എൻസ് VI മൈനസ് 1ഉം VIയും ആയി വരുന്ന നോൺ ഫൈനൈറ്റ് സീക്വൻസിനെയാണ് വാക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ V0 മുതൽ VK വരെയുള്ള വാക്കിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് W is equal to V0, E1, V1, E2, V2, etc. EK, VK. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് V0, VK പാത്ത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും നമുക്ക് വാക്കിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? ഇറ്റ്സ് എ വാക്ക് ഫ്രം V0 to VK. ഓക്കെ, ഇനി ഇതിലെ V0നെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയാം, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതുപോലെ തന്നെ VKനെ നമ്മൾ ടെർമിനസ് എന്നും പറയും. ഓക്കെ, ഓർക്കുക, V0 എന്നത് ഒറിജിനാണ്, അതുപോലെ തന്നെ VK എന്നത് ടെർമിനസ് എന്നും പറയും. ഇനി നോക്കുക, ഇങ്ങനെയും നമുക്കൊരു വാക്കിനെ റെപ്രസെൻ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു V0 എന്ന് പറയുന്നതിനെ ഒറിജിൻ എന്നും VK എന്ന് പറയുന്നതിനെ ടെർമിനസ് എന്നും പറയും. ഇനി ഈ ഒറിജിനായ V0ൻ്റെയും ടെർമിനസായ VKൻ്റെയും ഇടയിൽ കുറേ വെർട്ടിസസ് ഇല്ലേ? ഇവിടെ കണ്ടോ, V1, V2, etc. കുറേ വെർട്ടിസസ് ഇതിനിടയിലുണ്ടാവും. അതിനെ നമ്മൾ ഇൻറ്റേർണൽ വെർട്ടിസസ് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ ഇൻറ്റേർണൽ വെർട്ടിസസ് ഏതൊക്കെ ആയിരിക്കും? V1, V2, etc. ഇവിടെ VK മൈനസ് 1 വരെ എന്തായിരിക്കും? ഇൻറ്റേർണൽ വെർട്ടിസസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ വാക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ K ആയിരിക്കും. അതായത് ലാസ്റ്റ് വന്ന വെർട്ടിസസിൻ്റെ നമ്പർ ആയിരിക്കും എന്ത്? വാക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് വാക്കെന്നതും അതുപോലെ തന്നെ വാക്കിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാമെന്നും ഒരു വാക്കിൻ്റെ ഒറിജിന്, ടെർമിനസ്, ഇൻറ്റേർണൽ വെർട്ടിസസ്, അതുപോലെ ഒരു വാക്കിൻ്റെ ലെങ്ത് എന്നതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം.
ട്രയൽ ആൻഡ് പാത്ത്. ഇവ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ട്രയൽ എന്ന് നോക്കാം. ഇഫ് ദ എഡ്ജസ് E1, E2, etc. Ek of a walk W are distinct, W is called a trial. നമ്മുടെ കയ്യിൽ ഒരു വാക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലെ എല്ലാ എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, അതായത് വാക്ക് W is equal to V0, E1, V1, etc. EK, VK എന്നതിൻ്റെ ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ദെൻ ആ വാക്കിന് ട്രയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ട്രയൽ എന്ന് ക്ലിയർ ആയല്ലോ. അതായത് അതൊരു വാക്ക് തന്നെയാണ്, അതിലുള്ള എഡ്ജസ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, റിപ്പീറ്റ് ചെയ്ത് വരില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാമല്ലോ. നെക്സ്റ്റ് പാത്ത് എന്താണെന്ന് നോക്കാം. If edges and vertices of a walk W are distinct, W is called a path. ഇനി ഒരു വാക്കിലെ എഡ്ജസും അതുപോലെ തന്നെ വെർട്ടിസസും എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, അതായത് ആ സീക്വൻസിൽ ഒരു എഡ്ജോ വെർട്ടെക്സോ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാക്കിനെയാണ് പാത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വെർട്ടെക്സും എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആയി വരുന്ന വാക്കിനെ പാത്ത് എന്നും എഡ്ജസ് മാത്രം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന വാക്കിനെ ട്രയൽ എന്നും പറയും. ഓക്കെ, ഇനി നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതലായിട്ട് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആവും. ഓക്കെ, ഈ ഗ്രാഫ് ശ്രദ്ധിക്കുക. ഈ ഗ്രാഫ് നമ്മളിതിനു മുമ്പും എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്ന ഒരു ഗ്രാഫാണ്. ഇനി ഈ ഗ്രാഫിൽ ഒരു വാക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. വാക്കാവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യണം. മാത്രമല്ല ആൾട്ടർനേറ്റീവ് വെർട്ടെക്സും എഡ്ജസും ഉണ്ടാവണം. ഓക്കെ, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനൊരു വാക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരുപാട് വാക്ക് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുക. ഇത് വാക്കാണോ? ഇവിടെ നോക്കുക, ഇവിടെ യു എന്നുള്ളത് ഒരു വെർട്ടെക്സ് ആണ്, അതേപോലെ തന്നെ വി എന്നുള്ളത് ഒരു വെർട്ടെക്സ് ആണ്. സോ യു എന്നൊരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വി എന്ന ഒരു വെർട്ടെക്സ് തന്നെയാണ് ഇത് എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ആൾട്ടർനേറ്റീവ് വെർട്ടെക്സും എഡ്ജസും ആണ്. നോക്കുക, യു എന്നുള്ളതൊരു വെർട്ടെക്സ് ആണ്, അതേപോലെ തന്നെ എ എന്നുള്ളത് എഡ്ജാണ്, വി എന്നുള്ളത് വെർട്ടെക്സ് ആണ്, വീണ്ടും എഫ് എന്ന് പറയുന്നത് എഡ്ജാണ്. അതായത് ഈ യെല്ലോ കളേഴ്സിലുള്ളതൊക്കെ എഡ്ജും അതേപോലെ റെഡ് കളേഴ്സിലുള്ളതൊക്കെ വെർട്ടെക്സും ആണ്. സോ ഇതെന്താണ്? ഒരു വാക്കാണ്. വാക്കാവാനുള്ള കണ്ടീഷൻസൊക്കെ എന്താണ്? ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് എന്ന് കിട്ടിയെന്ന് നോക്കാം. യു എ വി എഫ് വൈ ആൻഡ് എഫ് വി ജി വൈ എച്ച് ഡബ്ല്യു ബി വി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമുക്ക് ഈ വാക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നോക്കുക, വെർട്ടെക്സുകളും എഡ്ജുകളും ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഒരു ട്രയലിന് എക്സാമ്പിൾ നോക്കാം. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാത്ത തരത്തിലുള്ള വാക്കിനെയാണ് ട്രയൽ എന്ന് പറയാം. സോ ട്രയൽ എന്ന് പറയുന്നത് ഒരു വാക്ക് തന്നെയാണ്. സോ ഇത് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു വെർട്ടെക്സിൽ തന്നെ എൻഡും ചെയ്യണം. ആൻഡ് ആൾട്ടർനേറ്റീവ് എഡ്ജസും വെർട്ടെക്സും ആയിരിക്കണം. പ്ലസ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എന്ത്? എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണം. അത്തരത്തിലുള്ള പല ട്രയൽസും നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇത് നോക്കുക, W എന്നുള്ളൊരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Y എന്നുള്ളൊരു വെർട്ടെക്സിൽ എൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ആൾട്ടർനേറ്റീവ് വെർട്ടെക്സും എഡ്ജസും ആണ് ഉള്ളത്. സോ ഇതെന്താണ്? ഒരു വാക്കാണ്. മാത്രമല്ല ഇവിടെ ഒരു എഡ്ജസ് പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എഡ്ജസ് എന്ന് പറയുന്നത് ഈ യെല്ലോ കളറുള്ളതാണ്. ഒന്നും പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇതൊരു ട്രയലാണ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഗ്രാഫിൽ നോക്കുക, W C X D Y H W B V G Y. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എഡ്ജസുകൾ റിപ്പീറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു വാക്ക് ഫൈൻഡ് ചെയ്തു. അതിനാണ് നമ്മൾ ട്രയൽ എന്ന് പറയാം.
ഈ ട്രയൽ നമുക്ക് പാത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഏതെങ്കിലും വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. വെർട്ടെക്സുകൾ എന്ന് പറയുന്നത് റെഡ് കളറിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, W 2 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ Y എന്നുള്ള വെർട്ടെക്സും 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെന്താണ്, ട്രയലിൽ വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എഡ്ജസ് മാത്രം റിപ്പീറ്റ് ചെയ്യുക എന്നാലാണ് നമ്മൾ എന്ത് പറയാം, അതിനെ ട്രയൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് പാത്തിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വാക്ക് പാത്ത് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? വെർട്ടെക്സും എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്നുള്ള വാക്കിനെയാണ് പാത്ത് എന്ന് പറയാം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു വെർട്ടെക്സിൽ തന്നെ അവസാനിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് എഡ്ജസും വെർട്ടെക്സും ആണുള്ളത്. സോ ഇതൊരു വാക്കാണ്. ആൻഡ് ഇവിടെ ഒരു വെർട്ടെക്സോ ഒരു എഡ്ജോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എഡ്ജസും വെർട്ടെക്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഒരു പാത്താണ്. ഓക്കെ, ഇതെങ്ങനെ ഗ്രാഫ് എന്ന് കിട്ടിയെന്ന് നോക്കാം. XCWHYEUAV ഇതാണെന്ത്, ഒരു പാത്ത് എന്ന് പറയുന്നത്. അതായത് ഇതിൽ എഡ്ജസോ വെർട്ടെക്സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു വെർട്ടെക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് വാക്ക് എന്നുള്ളതും അതേപോലെ തന്നെ ട്രയൽ എന്നുള്ളതും പാത്ത് എന്നുള്ളതും ഈ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാക്ക് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇതാണ്, ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു വെർട്ടെക്സിൽ എൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് എഡ്ജസും വെർട്ടെക്സും എക്സിസ്റ്റ് ചെയ്യുക, അതിനാണ് വാക്ക് എന്ന് പറയുക. അത്തരത്തിലുള്ള വാക്കിൽ എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയി വരുമ്പോൾ അതിന് ട്രയൽ എന്ന് പറയും. അതേപോലെ തന്നെ എഡ്ജസും വെർട്ടെക്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ പാത്ത് എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ക്ലോസ്ഡ് വാക്ക്. A walk is closed if it has positive length and its origin and terminus are the same. ഒരു വാക്കിനെ ക്ലോസ്ഡ് വാക്ക് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്, അതിൻ്റെ ലെങ്ത്ത് പോസിറ്റീവ് ആയിരിക്കണം, പിന്നെ ഒറിജിനും ടെർമിനസും ഒരേ വെർട്ടെക്സ് ആയിരിക്കണം. അതായത് ഏത് വെർട്ടെക്സിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ തന്നെ എൻഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വാക്കിനെയാണ് ക്ലോസ്ഡ് വാക്കെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, സൈക്കിൾ. എ ക്ലോസ്ഡ് ട്രയൽ ഹൂസ് ഒറിജിൻ ആൻഡ് ഇൻറ്റേർണൽ വെർട്ടസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ഈസ് എ സൈക്കിൾ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ക്ലോസ്ഡ് ട്രയലാണ്. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന വെർട്ടെക്സിൽ എൻഡ് ചെയ്യുന്ന വെർട്ടെക്സും സെയിം ആയി വരും. അതാണ് ക്ലോസ്ഡ് ട്രയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് വാക്ക് എന്താണെന്ന്, ട്രയൽ എന്ന് പറയുന്നത് എന്താണെന്നും പറഞ്ഞു. അതൊരു വാക്കാണല്ലോ, അവിടെ എഡ്ജസ് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ക്ലോസ്ഡ് ട്രയലിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ എ സൈക്കിൾ ഈസ് എ ക്ലോസ്ഡ് ട്രയൽ ഇൻ വിച്ച് ദ ഫസ്റ്റ് വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ലാസ്റ്റ് വെർട്ടെക്സ് ഈസ് ദ ഓൺലി വെർട്ടെക്സ് ദാറ്റ് ഈസ് റിപ്പീറ്റ്. സൈക്കിൾ എന്നത് ഒരു ക്ലോസ്ഡ് ട്രയലാണ്. ആൻഡ് കണ്ടീഷൻ ഇതാണ്, ഫസ്റ്റ് വെർട്ടെക്സ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് വെർട്ടെക്സ്. മാത്രമല്ല അത് മാത്രമായിരിക്കണം റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ ഒരു വെർട്ടെക്സ്. മറ്റൊരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും ആയിരിക്കണം. ഫസ്റ്റത്തതും ലാസ്റ്റത്തതും റിപ്പീറ്റഡ് ആവുമെന്ന് പറയാൻ കാരണം ഇത് ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ക്ലോസ്ഡ് ട്രയൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ക്ലോസ്ഡ് ആവണമെങ്കിൽ തുടങ്ങുന്ന വെർട്ടെക്സിൽ തന്നെ അവസാനിക്കണം, അപ്പോഴാണ് നമ്മളത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. സോ ഫസ്റ്റത്തതും ലാസ്റ്റത്തെ വെർട്ടെക്സും ഈക്വൽ ആവുകയും മറ്റൊരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാത്ത ക്ലോസ്ഡ് ട്രയലിനെയാണ് സൈക്കിൾ എന്ന് പറയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. V1 V2 V3 ആൻഡ് 3 എഡ്ജസും ഉണ്ട്, E1 E2 E3. ഇനി ഈ ഗ്രാഫിൽ സൈക്കിൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലോസ്ഡ് ആവണം ആൻഡ് ട്രയലും ആവണം. മാത്രമല്ല ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വെർട്ടെക്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ, മറ്റൊരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം പാത്ത് എന്ന് പറഞ്ഞാൽ പോരെ. പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വെർട്ടെക്സും എഡ്ജസും റിപ്പീറ്റ് ചെയ്യാത്ത വാക്കിനെയല്ലേ പാത്ത് എന്ന് പറയാം. ബട്ട് ഇവിടെ ഒരു വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റത്തതും ലാസ്റ്റത്തും വെർട്ടെക്സ് സെയിം ആയിരിക്കും. സോ എന്തുകൊണ്ട്, ക്ലോസ്ഡ് ആയതുകൊണ്ട്. ഓക്കെ, സോ സൈക്കിൾ എന്നത്
ക്ലോസ്ഡ് ട്രയൽ ആണ് ഇൻ വിച്ച് ദ ഫസ്റ്റ് വെർട്ടെക്സ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് വെർട്ടെക്സ്, ദ ഓൺലി വെർട്ടെക്സ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ്. ഓക്കെ, സോ ഇവിടെ എങ്ങനെ ഒരു സൈക്കിൾ എഴുതാൻ നോക്കാം. സോ നമുക്ക് ഇവിടെ V1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ V1 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. V1, E1 ആൻഡ് V2. ഇനി നമുക്ക് ഇങ്ങനെ പോവാം. ആൻഡ് E2, V3. ഇനി നമുക്ക് ആ വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യാം. ഇവിടെ നിർത്തിയാൽ എന്താവില്ല, സൈക്കിൾ ആവില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിൽ തന്നെ എൻഡ് ചെയ്യണം. സോ E3, V1. ഇതൊരു ക്ലോസ്ഡ് ആണ്. കാരണം എന്താണ്, V1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V1 തന്നെ എൻഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ട്രയൽ ആണോ നോക്കാം. ഇവിടെ ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. E1, E2, E3 എന്നാണ്. ഒരു എഡ്ജ് പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. സോ ഇതൊരു ട്രയലും കൂടിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും ഈക്വൽ ആണോ നോക്കുക. V1 ആണ് രണ്ടും. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്താണ്, ഈക്വൽ ആണ്. മാത്രമല്ല ഇവിടെ ആ ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും അല്ലാതെ മറ്റേതെങ്കിലും വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ V2, ഇവിടെ V3 ആണ്. സോ ഫസ്റ്റ് വെർട്ടെക്സും ലാസ്റ്റ് വെർട്ടെക്സും അല്ലാത്ത മറ്റൊരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെർഫോർ ഇതൊരു സൈക്കിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇത് 3 വെർട്ടെക്സ് ഉള്ള ഒരു സൈക്കിളിന് എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെ 4 വെർട്ടെക്സ് ഉള്ള ഒരു സൈക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. ഓക്കെ അല്ലേ, എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് കുറച്ച് റീമാർക്ക് ശ്രദ്ധിക്കുക. എ സൈക്കിൾ ഓഫ് ലെങ്ത് K ഈസ് കോൾഡ് K സൈക്കിൾ. അപ്പം ഈ ഗ്രാഫിൻ്റെ ലെങ്ത് എന്തായിരിക്കും, ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു, ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വെർട്ടെക്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആയിരിക്കും. എന്താ പറഞ്ഞിരുന്നത്, എ സൈക്കിൾ ഓഫ് ലെങ്ത് K ഈസ് കോൾഡ് എ K സൈക്കിൾ. അപ്പം ഈ ഗ്രാഫിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 3 സൈക്കിൾ ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഈ ഗ്രാഫ് നമ്മൾ എന്ത് പറയും, 3 സൈക്കിൾ എന്ന് പറയും. ഓക്കെ, കാരണം എന്താണ്, ഇതിൽ 3 വെർട്ടെക്സ് ആണുള്ളത്. അതായത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പം ഇതൊരു 3 സൈക്കിളിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് K cycle is odd or even according to K is odd or even. K even ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും ആ സൈക്കിൾ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കുക. ഇവിടെ K എന്നുള്ളത് 1, 2, 3. അതായത് K എന്ന് പറയുന്നത് K is equal to 3 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ 3 എന്നുള്ളത് ഒരു ഓഡ് ആയതുകൊണ്ട് തന്നെ ഈ സൈക്കിള് ഒരു ഓഡ് സൈക്കിൾ ആയിരിക്കും. ഇനി ഇവൻ സൈക്കിളിന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 4 എന്നുള്ളത് ഇവൻ ആയതുകൊണ്ട് തന്നെ 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കാം ഈ രീതിയിൽ. ഓക്കെ, ഈ സൈക്കിൾ എന്തായിരിക്കും, ഒരു ഇവൻ സൈക്കിൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ വെർട്ടെക്സിൻ്റെ എണ്ണം 4 ആണ്. അതായത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കാണ് പറയുന്നത്, വെയ്റ്റ്. With each edge E of G, let there be associated a real number W of E called its weight. അതായത് G എന്ന ഒരു ഗ്രാഫിൻ്റെ ഏതൊരു എഡ്ജ് എടുത്താലും അതിന് അസോസിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ട് ഒരു റിയൽ നമ്പർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതിനെ W of G എന്നാണ് ഡിനോട്ട് ചെയ്യുക. W of G. ഓക്കെ, ആ നമ്പറിനെ, അതായത് ഓരോ എഡ്ജിലും കറസ്പോണ്ടിങ് ആയിട്ട് ജസ്റ്റ് ഒരു നമ്പർ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ആ നമ്പറിനെയാണ് ആ എഡ്ജിൻ്റെ വെയ്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ G ടുഗദർ വിത്ത് ദോസ് വെയ്റ്റഡ്സ് ഓൺ ഇറ്റ്സ് എഡ്ജസ് ഈസ് കോൾഡ് എ വെയ്റ്റഡ് ഗ്രാഫ്. ഇനി എന്താണ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് വെച്ചാൽ, ആ ഗ്രാഫ് ജിയിൽ എഡ്ജസിൻ്റെ കൂടെ നമ്മൾ വെയ്റ്റിനെയും കൂടെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിനെ ഒന്നിച്ച് എന്ത് പറയും, വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. അതായത് ഗ്രാഫ് ടുഗദർ വിത്ത് വെയ്റ്റ്സ് ഓൺ ഇറ്റ്സ് എഡ്ജ്. എഡ്ജസിൽ വെയ്റ്റും കൂടെ ഒന്നിച്ചുള്ള ഗ്രാഫിനെയാണ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിളായിട്ട് ഇതൊരു ഗ്രാഫാണല്ലോ. ഇവിടെ E1 എന്ന എഡ്ജിൽ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ 3 എന്ന് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ E2ന് 1 എന്നും കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് E1 എന്ന എഡ്ജിൻ്റെ വെയ്റ്റ് 3ഉം E2 എന്ന എഡ്ജിൻ്റെ വെയ്റ്റ് 1ഉം ആണ്. Therefore, ഈ ഗ്രാഫ് വിത്ത് വെയ്റ്റ് ഓൺ ഇറ്റ്സ് എഡ്ജ് വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, അതായത് ഈ ഗ്രാഫിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? വെയ്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. അപ്പം എന്താണ് വെയ്റ്റ് എന്നും എന്താണ് വെയ്റ്റഡ് ഗ്രാഫ് എന്നും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നോക്കുക, ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. നോട്ട് ദാറ്റ് given a railway network connecting various towns, determine a shortest route between two specified towns in a network. അതായത് ഒരു റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ട്, അത് ഒരുപാട് ടൗൺസിനെ കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ നെറ്റ്വർക്കാണ്. ദെൻ 2 സ്പെസിഫൈഡ് ആയിട്ടുള്ള സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന റെയിൽവേ ട്രാക്ക്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട്, അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പ്രോബ്ലംസിനെയാണ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് കുറച്ച് ടൗൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ എന്താണ്? ടൗൺസ് ആണ്. ഇനി ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഇവയെല്ലാം എന്താണ്? ഓരോ റെയിൽവേ ട്രാക്ക് ആണെന്ന്, നെറ്റ്വർക്ക് ആണെന്ന് എന്ത് ചെയ്യാം? ട്രാക്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ ഈ ടൗണിൽ നിന്ന് ഈ ടൗണിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത്, ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അത് വളരെ എളുപ്പമാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, അതേപോലെ ഇങ്ങനെ പോയി ഇങ്ങനെയും പോവാം. ഏതായിരിക്കും ഷോർട്ടസ്റ്റ്? ഇതായിരിക്കും ഷോർട്ടസ്റ്റ് അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, വി ഷാൾ റെഫർ ടു ദ വെയ്റ്റ് ഓഫ് എ പാത്ത് ഇൻ എ വെയ്റ്റഡ് ഗ്രാഫ് ആസ് ഇറ്റ്സ് ലെങ്ത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് വെയ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വെയ്റ്റഡ് ഗ്രാഫിലെ വെയ്റ്റ് ആ പാത്തിൻ്റെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഈ ഗ്രാഫിൽ ഇത് V1, V2, V3 ആണ്. അതേപോലെ തന്നെ ഇത് E1, E2, അതേപോലെ E3 എന്നുള്ള എഡ്ജസ് ആണെങ്കിൽ ഇവിടെ V1, E1, V2, E2, V3 എന്നത് ഒരു പാത്താണ്. കാരണം ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു വെർട്ടെക്സിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആൾട്ടർനേറ്റീവ് എഡ്ജസും വെർട്ടെക്സും ആണ്. ഇവ എഡ്ജസോ വെർട്ടെക്സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇതെന്താണ്? ഒരു പാത്തിന് എക്സാമ്പിളാണ്. ഇനി ഇവിടെ E1ൻ്റെ വെയ്റ്റ് 2ഉം അതേപോലെ തന്നെ E2ൻ്റെ വെയ്റ്റ് 1ഉം ആണെന്ന് ഞാൻ എടുത്തെന്ന് വിചാരിക്കുക. ദെൻ നമുക്കിവിടെ E1 എന്ന എഡ്ജിൻ്റെ ലെങ്ത്ത് 2ഉം E2 എന്ന എഡ്ജിൻ്റെ ലെങ്ത്ത് 1 ആണെന്നും പറയാം. സോ ഈ പാത്തിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അതായത് 2 + 1 ആയിരിക്കും എന്ത്? ഈ പാത്തിൻ്റെ ലെങ്ത്ത്. ഓക്കെ ആണല്ലോ? ഒന്നുമില്ല, വെയ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് നോക്കുക. 2 vertices U and V of G are said to be connected if there is a UV path in G. G എന്നൊരു ഗ്രാഫിലെ 2 വെർട്ടെക്സ്, അതായത് യുവും വിയും, ഈ യുവിനെയും വിനെയും കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: ആ യുക്കും വിക്കും ഇടയിൽ ഒരു പാത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെ യുക്കും വിക്കും ഇടയിൽ ഒരു പാത്ത് ഉണ്ടെങ്കിൽ യുവും വിയും കണക്റ്റഡ് ആണെന്ന് പറയും. അതായത് യു എന്ന വെർട്ടെക്സും വി എന്ന വെർട്ടെക്സും കണക്റ്റഡ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷന്? യുക്കും വിക്കും ഇടയിൽ ഒരു യു വി പാത്ത് ഉണ്ടാവണം. അതായത് യുവിൽ സ്റ്റാർട്ട് ചെയ്ത് വിയിൽ അവസാനിക്കുന്ന ഒരു പാത്ത് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്താൻ പറ്റണം. ഓക്കെ, എക്സാമ്പിളായിട്ട് 3 വെർട്ടെക്സും, ദാറ്റ് ഈസ് V1, V2 ആൻഡ് V3. അതുപോലെ തന്നെ E1, E2 എന്നുള്ള 2 എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫാണിത്. ഈ ഗ്രാഫിൽ V1, V3 എന്നുള്ള ഈ 2 വെർട്ടെക്സ് കണക്റ്റഡ് ആണോ? കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ 2 വെർട്ടെക്സിൻ്റെയും ഇടയിൽ ഒരു പാത്ത് ഉണ്ടായിരിക്കണം. അതായത് V1, V3 പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടല്ലേ? എങ്ങനെ എഴുതാം? V1, E1, V2, E2, V3. ഇതൊരു പാത്തല്ലേ?
അതായത് ഇതൊരു എഡ്ജസും വെർട്ടെക്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാക്കാണ്. സോ നമുക്ക് ഇതിനെന്ത് പറയാം? ഒരു പാത്ത് എന്ന് പറയാം. ദാറ്റ് ഈസ് നമുക്ക് ഈ ഗ്രാഫിൽ ഒരു V1 V3 പാത്ത് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് V1 V3 പാത്ത്. അതായത് V1 സ്റ്റാർട്ട് ചെയ്ത് V3 എൻഡ് ചെയ്യുന്ന ഒരു പാത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദെർഫോർ V1 എന്ന വെർട്ടെക്സും V3 എന്ന വെർട്ടെക്സും എന്താണ്? കണക്റ്റഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രാഫിൽ V1ഉം V2ഉം കണക്റ്റഡ് ആണ്. അതേപോലെ V2ഉം V3യും കണക്റ്റഡ് ആണ്. കാരണം അതൊക്കെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിമ്പിൾ പാത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡെഫിനിഷൻ കൊണ്ട്, അതായത് കണക്റ്റഡ് എന്നുള്ള ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒരു റീമാർക്കാണ്. കണക്ഷൻ ഈസ് എ ഇക്വാലൻ്റ് റിലേഷൻ ഓൺ ദ വെർട്ടെക്സ് V. വെർട്ടെക്സ് വിയിൽ കണക്ഷൻ എന്നത് ഒരു ഇക്വാലൻ്റ് റിലേഷൻ ആയിരിക്കും. അതായത് ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ് ആ 3 കണ്ടീഷൻസ്? റിഫ്ലെക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. എന്താണ് ഇക്വാലൻസ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ V1 തന്നെ എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് റിഫ്ലെക്സീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സിമ്മട്രിക് എന്ന് പറയുമ്പോൾ V1ഉം V2ഉം കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് തിരിച്ചും എങ്ങനെ പറയാം? V2ഉം V1ഉം കണക്റ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ V1ഉം V2ഉം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ V2ഉം V3യും കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് V1ഉം V3യും കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ 3 കണ്ടീഷൻസും കണക്ഷൻ എന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ടാണ് കണക്ഷൻ എന്നതൊരു ഇക്വാലൻ്റ് റിലേഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കാണ് കമ്പോണൻസ്. എന്താണ് കമ്പോണൻസ് എന്നാണ് പറയാൻ പോകുന്നത്. ഈ ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് കമ്പോണൻസ് എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഗ്രാഫിനെ എനിക്ക് 2 കമ്പോണൻസ് ആക്കി മാറ്റാൻ പറ്റും. കണ്ടോ, ഇതൊരു കമ്പോണൻ്റ് ആണ്, അതേപോലെ ഇതൊരു കമ്പോണൻ്റ് ആണ്. സോ ഈ ഗ്രാഫിന് 2 കമ്പോണൻസ് ആണ് ഉള്ളത്. ഇവിടെ ആകെ എത്ര വെർട്ടെക്സാണ് ഉള്ളത്? V1, V2, V3, V4, V5 അങ്ങനെ 5 വെർട്ടെക്സും E1, E2, E3 എന്ന 3 എഡ്ജസ് ഉള്ള ഒരു ഗ്രാഫാണിത്. ഈ ഗ്രാഫിൽ 2 കമ്പോണൻസ് ആണുള്ളത്. ഓക്കെ, ഇതൊരു കമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞു, ഇതൊരു കമ്പോണൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പോണൻ്റ് എന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് ഇതിൽ തന്നെ ഒരു റീമാർക്ക് നോക്കാം. ഇഫ് G ഹാസ് എക്സാക്ട്ലി 1 കമ്പോണൻറ്റ് G ഈസ് കണക്റ്റഡ്. ഇപ്പം G എന്നൊരു ഗ്രാഫിന് ഒരു കമ്പോണൻറ്റ് മാത്രമാണ് ഉള്ളെങ്കിൽ അത് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഒരു ഗ്രാഫിൽ കണക്റ്റഡ് അല്ലാത്ത ഭാഗങ്ങൾ വരുമ്പോഴാണ് അവ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് ആയി മാറുക. ഓക്കെ, അപ്പം ഈ ഗ്രാഫ് നോക്കുക. ഇതൊരു ഗ്രാഫാണല്ലോ, ഇതിൽ എല്ലാം കണക്റ്റഡ് ആണ്. സോ ഇതിനെന്താണ്? ഒരു കമ്പോണൻറ്റ് മാത്രമാണുള്ളത്. അതായത് ഒരു കമ്പോണൻറ്റ് മാത്രമുള്ള ഗ്രാഫ് എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒമേഗ ഓഫ് G നമ്പർ ഓഫ് കമ്പോണൻസ്. ദാറ്റ് ഈസ് ഒരു ഗ്രാഫിലെ കമ്പോണൻസിൻ്റെ എണ്ണത്തെ ഡിനോട്ട് ചെയ്യുക ഒമേഗ ഓഫ് G എന്നാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗ്രാഫിൽ ഒമേഗ ഓഫ് G എത്രയായിരിക്കും? ഒമേഗ ഓഫ് G ഇസ് ഈക്വൽ ടു, ഇവിടെ 2 കമ്പോണൻസ് ആണുള്ളത്. ദെർഫോർ ഇവിടെ ഒമേഗ ഓഫ് G ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രാഫിലോ ഈ ഗ്രാഫിൻ്റെ ഒമേഗ ഓഫ് G, അതായത് നമ്പർ ഓഫ് കമ്പോണൻസ് എത്രയാണ്? ഇവിടെ നമ്പർ ഓഫ് കമ്പോണൻസ് 1 ആയതുകൊണ്ട് തന്നെ ഈ G എന്ന ഗ്രാഫിൻ്റെ ഒമേഗ ഓഫ് G എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഐഡിയ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.